ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായി ഞാൻ ലോങ് വീഡിയോസ് ചെയ്തിട്ട് ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ഇടാറുള്ളത്. അപ്പോൾ ഇനി വെക്കേഷനൊക്കെ ആയല്ലോ, അപ്പോൾ കൂടുതലായിട്ട് ലോങ് വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും നമ്മുടെ ഗാർഡനിലെ ചെടികളൊക്കെ നല്ല കരുത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്ന ചില വളങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തയ്യാറാക്കുന്നൊരു വളത്തിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്ന പല വസ്തുക്കളും വെച്ചിട്ട് നമുക്ക് വളങ്ങൾ തയ്യാറാക്കാം. പച്ചക്കറി വേസ്റ്റ്, കഞ്ഞിവെള്ളം, അതുപോലെ പലതരത്തിലുള്ള പച്ചിലകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വളങ്ങളും വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഞാൻ സാധാരണയായിട്ട് അത്തരത്തിലുള്ള വളങ്ങളാണ് പൂക്കൾ ഉണ്ടാവാനായിട്ട് ചെടികൾക്ക് കൊടുക്കാറുള്ളത്. അതിന് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള വളങ്ങൾ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ചെടികളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. രാസവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെടികളുടെ വേരുകൾ നശിച്ചു പോകാനും ചെടി തന്നെ പെട്ടെന്ന് നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷവും നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവുന്നില്ല. അതാണ് കൂടുതലും അത്തരത്തിലുള്ള വളങ്ങൾ ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് കാരണം. ഞാൻ മറ്റുള്ളവരോടും അത് പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. പല നിറങ്ങളിലുള്ള റോസാ ചെടികളുണ്ട് എൻ്റെ തോട്ടത്തിൽ. അതുപോലെ ചെത്തികളുണ്ട്. ഈ ഫ്ലവർ കണ്ടോ, ഇതിന് ബ്ലാങ്കറ്റ് ഫ്ലവർ എന്നാണ് പറയുക. ഇതും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട്. റോസാ ചെടികൾ നിറയെ പൂക്കാനായിട്ട് പലതരത്തിലുള്ള വളങ്ങൾ തയ്യാറാക്കുന്ന കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായി വളരാനും പൂക്കൾ ഉണ്ടാവാനൊക്കെ ചെടികൾക്ക് പലതരത്തിലുള്ള മൂലകങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പല പല വളങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും വലിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ വളരാനും നിറയെ പൂക്കൾ ഉണ്ടാവാനൊക്കെ സാധിക്കുള്ളൂ. നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങളാണ് വളരാൻ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മുടെ ചാണകപ്പൊടിയൊക്കെ അതിന് ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു വളത്തിനെ കുറിച്ചാണ്. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്കിനി വളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വാഴ കുലച്ചതാണ്. അപ്പോൾ അതിൽ കുറേ പഴങ്ങളൊക്കെ ഉപയോഗിച്ചു. പക്ഷേ അതിൻ്റെ ഏറ്റവും താഴത്തെ പഴങ്ങൾ കുറച്ച് കേടായിപ്പോയി. അപ്പോൾ അതുപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വളം തയ്യാറാക്കുന്നത്. പഴത്തൊലിയിൽ ഏറ്റവും നന്നായിട്ട് ഉള്ളത് ഫോസ്ഫറസാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകം ഫോസ്ഫറസാണ്. അപ്പോൾ ഈ ഫോസ്ഫറസാണ് ശരിക്കും ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ പഴത്തൊലിയോ പഴവും കേടായതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു വളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഞാനിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഒരു ദിവസം രാവിലെ ആണെങ്കിൽ വൈകുന്നേരം നമുക്ക് എടുക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് ജസ്റ്റ് ഒന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണത്. ഒരുപാട് ദിവസങ്ങളൊന്നും ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഫംഗസൊക്കെ വന്ന് പിന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഒരു ദിവസം മാത്രം നമ്മളിത് പുളിക്കാനായിട്ട് വെച്ചാൽ മതി. ഞാനിതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഇതിപ്പോൾ ഇത്രയും സമയം വെച്ചപ്പോൾ തന്നെ ഇത് അത്യാവശ്യം പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 5 ഇരട്ടിയെങ്കിലും വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിതൊരു ബക്കറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ബക്കറ്റ് നിറയെ വെള്ളം എടുക്കാം. വല്ലാതെ കട്ടിയായിട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും കാണുന്ന സാധാരണ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതുപോലുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് നല്ല വളങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഇനി ഞാനിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്.
ഇതെൻ്റെ 10 മണിച്ചെടികൾ ഞാനൊരു ടയറിൻ്റെ ഉള്ളിൽ വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ. പൂക്കളുണ്ടായി വരുന്നുള്ളൂ, ചില സമയത്തൊക്കെ നിറയെ പൂക്കളുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ടയറിൽ ഇത് സെറ്റ് ചെയ്തതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണണം എന്നുള്ളവർക്ക് എൻ്റെ ചാനലിൽ ഉണ്ടാവും, ആ വീഡിയോ കാണാം. 10 മണിച്ചെടികൾ ചെറിയ ചെറിയ ചട്ടികളിൽ ഞാൻ വേറെയും നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ നിറയെ ഉണ്ടായി പൂവിടുന്നത് കാണാനൊരു രസമാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് വിൻകാ റോസിൻ്റെ കുറേ കളറുകളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. റോസിലൊക്കെ നിറയെ പൂക്കളുണ്ടാവാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു വളമാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ച ഉറപ്പുവരുത്തണം. അതിന് നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജൻ കലർന്നിട്ടുള്ള ജൈവവളങ്ങളാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചാണകം തന്നെയാണ് കേട്ടോ. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പച്ച ചാണകം കലക്കിയതോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ തരം ചെടികളിലും നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഫോസ്ഫറസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു വളം കൊടുക്കുന്നതിലൂടെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വളങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചെടീനെ നല്ല ആരോഗ്യത്തോടെ വളർത്തിക്കൊണ്ട് വരണം. അതിന് ശേഷമാണ് നമ്മൾ പൂക്കൾ ഉണ്ടാവാനുള്ള വളങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ, നൈട്രജൻ കലർന്ന വളങ്ങൾ കൊടുക്കണം. അതുപോലെ ചെടികളുടെ വേരിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. വേരുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെടി ഒരുപാട് കാലം ജീവിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് എല്ലുപൊടിയാണ്. ചെടിയുടെ കടക്കിൽ നിന്നും കുറച്ച് നീക്കിയിട്ട് കുറേശ്ശെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് ചെടിയുടെ വേരുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ചെടീനെ നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുത്താൽ തീർച്ചയായും നിങ്ങളുടെ ചെടികളിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. വളരെ വലിയ മാറ്റം തന്നെ കാണാൻ പറ്റും. ചില ചെടികൾ നമ്മൾ കാണാറുണ്ട് നല്ല കരുത്തോടെ വളരും, പക്ഷേ അതിൽ പൂക്കൾ ഉണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഈ ഫോസ്ഫറസ് അതിന് ലഭിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ നൈട്രജനൊക്കെ കിട്ടി വളർന്നു വന്നാലും ഈ ഫോസ്ഫറസിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അതിൽ പൂക്കൾ ഉണ്ടാവാൻ വൈകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണിത്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്യണം. 100% റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.